യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഏത് കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതെ, നൊയമ്പ് കാലം. ഈ നൊയമ്പ് കാലത്തെ പറ്റിയുള്ള ഏതാനും എൻ്റെ അറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ നൊയമ്പ് കാലം? ഈ കാലമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനും അവിടുത്തെ സ്നേഹത്തിനും അനുസരിച്ച് ക്രമീകരിക്കാനുള്ള ഒരു പ്രത്യേക സമയവും അവസരവും കൂടിയാണിത്. ഈ സമയത്തിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും പൂർണ്ണമായും ദൈവസ്നേഹത്തിലും കാരുണ്യത്തിലും സമർപ്പിക്കേണ്ട സമയമാണ്. ലൂക്കാ 15:21 ഇങ്ങനെ പറയുന്നു: പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, വഴിതെറ്റിപ്പോയ മകനെ നിറഞ്ഞ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും തിരിച്ചു വിളിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹമാണ്. നമ്മൾ എവിടെയായിരുന്നു, എന്ത് ചെയ്തു എന്നുള്ളത് കർത്താവ് കാണുന്നില്ല. നമ്മൾ അവിടുത്തെ അടുത്തേക്ക് തിരിച്ചു വരുകയാണെങ്കിൽ കൈകളോടെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി അവിടെ നമ്മൾ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മോട് പറയുന്നു, സഹോദരങ്ങളോട് ക്ഷമിക്കുവിൻ. ഈ നൊയമ്പ് കാലത്ത് സഹോദരങ്ങളോട് ക്ഷമിച്ച് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അതിരുകളിലൂടെ സഞ്ചരിച്ച് കർത്താവിൻ്റെ പ്രതിരൂപങ്ങളായി തീരാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നൊയമ്പ് കാലത്തിൻ്റെ ആശംസകൾ നേരുന്നു.